നമസ്കാരം. സീസൺ 7 ഒരു ലൈവ് അപ്ഡേറ്റ് ആണ്. 7ന്റെ പണി എന്ന് പറഞ്ഞ് തിരുമ്പ് പണി കൊടുത്തോണ്ടേയിരിക്കുകയാണ് ബിഗ് ബോസ്. സീസൺ 7 ആദ്യത്തെ വീക്കിലി ടാസ്ക് ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി. ഗാർഡനിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും. ആ ബോക്സിന്റെ ഉള്ളിൽ വിവിധ കളറിലുള്ള കോയിൻസും ഉണ്ടാവും. ബസർ ടു ബസർ ആണ് ടാസ്ക്. ബസർ അടിക്കുമ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് കോയിൻ കളക്ട് ചെയ്യുക. 3 കളറിലുള്ള കോയിൻസ് ആണ് ഉണ്ടാവുക: ഗോൾഡ്, റെഡ്, ബ്ലാക്ക്. അതിൽ ഗോൾഡ് കളറിലുള്ള കോയിനാണ് കിട്ടണമെങ്കിൽ സൂപ്പർ പവറും, ബ്ലാക്ക് കളറിലുള്ള കോയിനാണ് കിട്ടണമെങ്കിൽ പണി അപ്പം തന്നെ കിട്ടും. റെഡ് കളറിലുള്ളതാണെങ്കിൽ കോയിൻസ് ഇരട്ടിപ്പിക്കാം. അത് പിന്നീട് ഉപകരിച്ചേക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പണിപ്പുര എൻട്രിയിലേക്ക് വരെ സ്വാധീനിച്ചേക്കാവുന്ന ടാസ്ക്കാണ്. ജയിൽ നോമിനേഷനും ഇതിലൂടെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ആദിലയും നൂറയും തന്നിരിക്കുന്ന റോപ്പ് ഉപയോഗിച്ച് കൈകൾ രണ്ടും ബന്ധിച്ചിരിക്കണം. കോയിൻസ് ഇടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോ പൗച്ചും കൊടുത്തിട്ടുണ്ട്. ബസ് അടിക്കുന്നു, എല്ലാവരും പോയി ബോക്സിൽ നിന്ന് കോയിൻ കളക്ട് ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ അഭിലാഷിനും റെനയ്ക്കും ബിന്നിക്കും ആര്യനും ജിഷേലിനും അക്ബറിനുമാണ് കോയിൻസ് കിട്ടിയിട്ടുള്ളത്. ബാക്കി ആർക്കും ഒരു കോയിൻസ് പോലും കിട്ടിയിട്ടില്ല. അതിൽ അഭിലാഷിനും റെനയ്ക്കും ബ്ലാക്ക് കോയിൻസും, ബിന്നിക്ക് 5 റെഡ് കോയിനും, ആര്യന് 3 റെഡ് കോയിനും, ജിഷേലിന് 2 റെഡ് കോയിനും, അക്ബറിന് 4 റെഡ് കോയിനും 1 ഗോൾഡ് കോയിനും. അപ്പോൾ ബാക്കി കോയിൻസ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു റൗണ്ട് വെക്കുന്നുണ്ട്. 2 കോയിൻസ് ബാക്കിയുള്ളത് കൊണ്ട് ഈ കിട്ടാത്തവർക്ക് ഒരു ചാൻസും കൂടി കൊടുക്കുന്നു. അതിൽ അനീഷിന് 1 ബ്ലാക്ക് കോയിനും ഷാനവാസിന് 1 റെഡ് കോയിനും കിട്ടുന്നു. ഈ 2 റൗണ്ടിലും കോയിൻസ് കിട്ടാത്തവർ ഈ ടാസ്കിൽ നിന്നിട്ട് ഔട്ടായിരിക്കുകയാണ്. ഈ കോയിൻസ് കിട്ടാത്തവരിൽ നിന്നിട്ടായിരിക്കും ഇനി ജയിലിലേക്കുള്ള ആൾക്കാരെയും സെലക്ട് ചെയ്യുക. അക്ബറിന് ഗോൾഡ് കോയിൻ കിട്ടിയത് കൊണ്ട് തന്നെ സൂപ്പർ പവറും കിട്ടിയിരിക്കുകയാണ്. അക്ബറിന് കിട്ടിയിട്ടുള്ള സൂപ്പർ പവറാണ് നോമിനേഷൻ പവർ. അടുത്ത നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യുക. പക്ഷേ ഈ പവർ പൂർണ്ണമായിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് അക്ബർ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഗോൾഡ് കോയിൻ കിട്ടണം. അങ്ങനെ അക്ബർ അടുത്ത റൗണ്ടിലേക്ക് ആര്യനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആര്യൻ ഇനി അക്ബറിൻ്റെ പാർട്ട്ണറാണ്. അക്ബറിന് വേണ്ടിയിട്ട് ഗോൾഡ് കോയിൻ എടുക്കേണ്ടത് ആര്യനാണ്. ആര്യൻ ഗോൾഡ് കോയിൻ എടുത്താലേ അക്ബറിന് കിട്ടിയിട്ടുള്ള സൂപ്പർ പവർ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ബ്ലാക്ക് കോയിൻ കിട്ടിയിട്ടുള്ളതിൻ്റെ പണി. അഭിലാഷിനും അനീഷിനും റെനയ്ക്കുമാണ് ബ്ലാക്ക് കോയിൻ കിട്ടിയിട്ടുള്ളത്. 3 പേരും പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറയുന്നു. നിങ്ങൾക്ക് 3 പേർക്കുള്ള പണി ഇതാണ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നു. പണി നമ്പർ 1 കണ്ണ് കെട്ടണം, പണി നമ്പർ 2 വായടയ്ക്കണം, പണി നമ്പർ 3 നടക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെ പണി ആരൊക്കെ എടുക്കണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പറയുന്നു. അങ്ങനെ അനീഷ് കണ്ണ് കെട്ടാനും റെന വായടയ്ക്കാനും അഭിലാഷ് ഇരിക്കാനും തീരുമാനിച്ചു. സ്റ്റോർ റൂമെന്ന് തരുന്ന പ്രോപ്പർട്ടിയിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നും ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ അടുത്ത പണി വരുന്നു. റെനയും അനീഷും ചേർന്നിട്ട്, അതായത് കണ്ണ് കെട്ടിയിട്ടുള്ള അനീഷും വായ മൂടി കെട്ടിയിട്ടുള്ള റെനയും ചേർന്ന് അനീഷിനെ ഒരു ഉന്തുവണ്ടിയിലിരുത്തി ഈ അടുത്ത റൗണ്ട് തുടങ്ങുന്നത് വരെ ഉന്തിക്കൊണ്ട് നടക്കുക. അവർ വളരെ ഫണ്ണായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഈ അനീഷും റെനയും കൂടെ ആ വണ്ടി തള്ളിക്കൊണ്ട് നടന്നു അഭിലാഷിനെ വെച്ചിട്ട്. ഈ അടുത്ത റൗണ്ടിൽ ഈ കോയിൻസ് കയ്യിലുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല ആര്യൻ അക്ബറിന് വേണ്ടിയിട്ടും ഗോൾഡ് കോയിൻ എടുക്കണം, കൂടാതെ സ്വന്തമായിട്ടും കോയിൻസ് എടുക്കണം. അക്ബറിന് മത്സരിക്കാം, അക്ബറിന് വേണ്ടിയിട്ട് കോയിൻസ് എടുക്കണം. ഇത്തവണ പക്ഷേ കോയിൻസ് ശരിക്കും കാണാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ബസ് അടിക്കുന്നു, എല്ലാവരും പോയിട്ട് കോയിൻസ് സെലക്ട് ചെയ്യുന്നു. ആര്യന് തന്നെ ഗോൾഡ് കോയിൻ കിട്ടുന്നു. പക്ഷെ ഗോൾഡ് കോയിൻ എടുത്ത് ഈ റൗണ്ടിന് പുറത്തേക്ക് വരുന്ന സമയത്ത് റെന ചെന്നിട്ട് ആര്യൻ്റെ ടീഷർട്ടിൽ പിടിച്ച് വലിക്കുന്നു. ആ സമയത്ത് ഗോൾഡ് കോയിൻ താഴെ പോകുന്നു. ആ തക്കത്തിന് ഷാനവാസ് അത് കൈക്കലാക്കി. അപ്പോൾ ഇപ്പോൾ ഷാനവാസിൻ്റെ കയ്യിലാണ് ഗോൾഡ് കോയിൻ ഉള്ളത്. ഇത്തവണത്തെ റൗണ്ടിൽ ആര്യന് 3 റെഡ് കോയിനും 1 ഗോൾഡ് കോയിനും കിട്ടി. പക്ഷെ അത് ഗോൾഡ് കോയിൻ താഴെ വീണത് ഷാനവാസ് എടുത്തു. ഇപ്പോൾ ഷാനവാസിൻ്റെ കയ്യിലാണ്. ഷാനവാസിന് 1 ബ്ലാക്ക് കോയിനും 1 റെഡ് കോയിനും പിന്നെ ആര്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള 1 ഗോൾഡ് കോയിനും. അക്ബറിന് 3 റെഡ് കോയിനും 1 ബ്ലാക്ക് കോയിനും. അഭിലാഷിന് 2 റെഡ് കോയിൻ. അനീഷിന് 2 റെഡ് കോയിനും 2 ബ്ലാക്ക് കോയിനും. ബിഗ് ബോസ് ഷാനവാസിനെയും ആര്യനെയും എഴുന്നേൽപ്പിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഗോൾഡ് കോയിൻ ഉള്ളത് ഷാനവാസിൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല എന്നുള്ളത് ബിഗ് ബോസ് പറയുന്നു. കാരണം ആദ്യം ആര്യനും ഷാനവാസും തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു. ബസർ അടിച്ചതിന് ശേഷമാണ് ആര്യൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ വീഴുന്നത്. അപ്പോൾ അതങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം തർക്കിച്ചിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല, ഇപ്പോൾ ഗോൾഡ് കോയിൻ ആരുടെ കയ്യിലാണോ അപ്പം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നും പറയുന്നു. അതിനുശേഷം അക്ബറും ആര്യനും എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അക്ബറിന് ഇത്തവണ ഗോൾഡ് കോയിൻ കിട്ടാത്തത് കൊണ്ട് തന്നെ നേരത്തെ കിട്ടിയിരുന്ന സൂപ്പർ പവർ നഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ
ഈ നഷ്ടപ്പെട്ടതിൻ്റെ പരിണിത ഫലവും അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് ഇവരോട് രണ്ടുപേരോടും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറയുന്നു. സൂപ്പർ പവർ നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള നോമിനേഷനിൽ ഇവർ രണ്ടുപേരുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൺഫെഷൻ റൂമിലിരുന്നിട്ട് ഇവർ രണ്ടുപേരും ചർച്ച ചെയ്ത് അടുത്ത ആഴ്ച ആരാണ് നോമിനേഷനിൽ വരേണ്ടതെന്ന് തീരുമാനിക്കുക. അങ്ങനെ കുറേ നേരം ഇവർ രണ്ടുപേരും കൂടെ ചർച്ച നടത്തി. പക്ഷേ രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. അവസാനം ബിഗ് ബോസ് പറഞ്ഞു, ഇവിടുന്ന് നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ എന്നുള്ളത് തീരുമാനിക്കാതെ ഈ റൂമിൻ്റെ ഡോറ് തുറക്കത്തില്ല എന്ന്. അക്ബർ പറഞ്ഞു, ശരി, ഇത്തവണ ആര്യൻ നോമിനേഷനിലുണ്ട്, അപ്പോൾ അടുത്ത തവണ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അക്ബർ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് വന്നിരിക്കുന്നു. പണി ഏത് വഴിയിലൊക്കെ കൂടെയാണ് വരണേ എന്നുള്ളത് ഒരു പിടുത്തമില്ല, എവിടെ തൊട്ടാലും പണിയാണ്. അതിനുശേഷം ഇവർ പുറത്തു വരുന്നു. ഇനി ഈ റൗണ്ടിൽ ബ്ലാക്ക് കോയിൻ കിട്ടിയവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. ഷാനവാസ്, അനീഷ്, അക്ബർ ഇവർക്ക് 3 പേർക്കുമാണ് ബ്ലാക്ക് കോയിൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അനീഷിന് 2 ബ്ലാക്ക് കോയിൻ ഉണ്ട്. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുന്നു, അനീഷിന് 2 പണിയുണ്ട്, വേണമെങ്കിൽ ഒരു പണി വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന്. അനീഷ് ആദ്യം ഷാനവാസിന് കൊടുക്കാൻ നോക്കുന്നു. പക്ഷേ ഷാനവാസിന് ഓൾറെഡി ഒരു ബ്ലാക്ക് കോയിൻ ഉള്ളതുകൊണ്ട് തന്നെ ഷാനവാസിന് കൊടുക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ ആ പണി അനീഷ് ആര്യന് കൊടുക്കുന്നു. അങ്ങനെ ഒരു പണി ആര്യനും കിട്ടി. അപ്പോൾ ഇവർക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ, നേരത്തെ അനീഷും അഭിലാഷും റെനയും കൂടി ചെയ്തതുപോലെ തന്നെ അക്ബറും ഷാനവാസും അനീഷും അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പണിയും കൂടിയുണ്ട്, ആന നടത്തം. അത് ഓൾറെഡി ആര്യന് കിട്ടി. അപ്പം ആര്യൻ ആന നടത്തം, അക്ബർ കണ്ണ് കെട്ടുക, ഷാനവാസ് വായ മൂടിക്കെട്ടുക, അനീഷ് ഈ ഉന്തുവണ്ടിയിലിരിക്കുക. അങ്ങനെ അക്ബർ കണ്ണ് മൂടിക്കെട്ടിയും ഷാനവാസ് വായ മൂടിക്കെട്ടിയും അനീഷിനെ ഉന്തുവണ്ടിയിലിരുത്തി ഉന്തിക്കൊണ്ട് പോകുന്നു. അനീഷ് ഉന്തുവണ്ടിയിലിരുന്ന് അർമാദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് 2 തവണ അനീഷ് വീണു. പക്ഷെ വീണത് എങ്ങനെയാണെന്ന് കാണിച്ചില്ല. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ പറയുന്നത് ഇവർ മനഃപൂർവ്വം, ഷാനവാസും അക്ബറും മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതാണ്. അനീഷിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട്. കാരണം അഭിലാഷിനെ ഇരുത്തിയിട്ട് കുറേ നേരം അനീഷും ഇതേ ടാസ്ക് ചെയ്തതല്ലേ, എന്നിട്ട് അഭിലാഷ് വീണില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആര്യൻ്റെ കിട്ടിയിട്ടുള്ള കോയിൻസ് വീണ്ടും മോഷണം പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അനീഷിനെ ട്രോളിയിൽ ഇരുത്തി ഇവർ രണ്ടുപേരും ഉന്തിക്കൊണ്ട് നടക്കുകയാണ്. അതേപോലെ ഇവരുടെ ഒപ്പം തന്നെ മുട്ടിലഴഞ്ഞിട്ട് ആര്യൻ നടക്കുന്നുണ്ട്.